കായംകുളം നഗരസഭ ലൈബ്രറിയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രശസ്ത കവയിത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ ധന്യദാസ് ഉദ്ഘാടനം ചെയ്തു. കഥയുടെ സുൽത്താൻ എന്ന് അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ പരിപാടി കായംകുളം നഗരസഭ ലൈബ്രറിയിൽ സംഘടിപ്പിച്ചു. സൈനികന് കലശലായി ദാഹിക്കുമ്പോൾ ഇയാൾക്ക് ലൈറ്റ് ഇടാൻ പറ്റുന്നില്ല. ഇയാളുടെ ഏറ്റവും വലിയ ഒരു മൺകുടം എടുത്ത് അതിലുണ്ടായിരുന്ന വെള്ളം കുടിക്കുന്നു. നേരെ പുലരുമ്പോഴാണ് ആ കുടത്തിൽ വെള്ളമല്ലായിരുന്നു, മനുഷ്യന്റെ ചോരയായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. മരിച്ചു വീണ ഏതോ ഒരു ശരീരത്തിൽ നിന്നും ഊർന്നു വീണ ചോരയായിരുന്നു ആ കുടത്തിലുണ്ടായിരുന്നത്. അതിലും ഭീകരമായിട്ട് ഒരു യുദ്ധാവസ്ഥയെ എങ്ങനെ ചിത്രീകരിക്കാനാണ്? അതിൽ തന്നെ യുദ്ധം, നേരത്തെ പറഞ്ഞ വലിയ ചോദ്യങ്ങളുടെ ചെറിയ മറുപടി അതിലുമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ എന്തു ചെയ്യും, യുദ്ധത്തെ പ്രതിരോധിക്കാൻ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് എനിക്കുള്ളതുപോലെ സ്വയംഭൻ വരട്ടച്ചോറ് ഇവർക്കെല്ലാവർക്കും വന്നാൽ മതി എന്ന് ബഷീറിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. അത്തരത്തിൽ ഒറ്റ വായനയിൽ ഫലിതമെന്നോ നേരം പോക്കെന്നോ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയേക്കാവുന്ന ചില വാക്കുകളിലൂടെ, വാക്യങ്ങളിലൂടെ അതിസങ്കീർണമായ ജീവിതാവസ്ഥകൾക്ക്, അതിസങ്കീർണമായ ചോദ്യങ്ങൾക്ക് ബഷീർ ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഒരു പുസ്തകം വായിച്ച് നമുക്ക് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ ആദ്യം എടുത്ത പുസ്തകം, എനിക്ക് അതിനു മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് അറിയത്തൊന്നുമില്ല. ഞാൻ പൊതുവെ വായനശീലമുള്ള വ്യക്തിയല്ലായിരുന്നു. ഞാൻ 3 ദിവസം കൊണ്ട് അദ്ദേഹം എഴുതിയ ആ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകവും ഞാൻ വായിച്ചു. കാരണം ആ കാലഘട്ടത്തിലെ ഒരു റൈറ്ററിനെ ഇന്നും ന്യൂ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ റൈറ്റിംഗ് ശൈലി കൊണ്ട് തന്നെയാണ്. അന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങളെയും അതുപോലെ തന്നെ വർഗീയതയും വ്യാജഭാവങ്ങളെയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളോട് തുറന്നു പറഞ്ഞു. ഇന്ന് ഇതുപോലെ ഓരോ കവികളും ഓരോരുത്തരും അതെന്താണ് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹം കാണിച്ച ആ ധൈര്യം എനിക്ക് തോന്നുന്നു മറ്റൊരു റൈറ്റർക്കും ആ സമയത്ത് ഇല്ലായിരുന്നു. അദ്ദേഹം അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ. പ്രശസ്ത കവയിത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ ധന്യദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ലൈബ്രറി ജനറൽ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഒ ഹാരിസ്, കവയിത്രിയുമായ വസുദേവ്, എഴുത്തുകാരനും കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി, എഴുത്തുകാരനും പ്രഭാഷകനുമായ അജിത്ത് കണ്ടല്ലൂർ, ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ, നഗരസഭാ കൗൺസിലർ സൂര്യ ബിജു, ഡോക്ടർ ശിശുപാലൻ, LK ലിഖിത, അഡ്വക്കേറ്റ് സുറുമി ഹാരിസ്, സുരേഷ് കുമാർ ഓലകട്ടിയമ്പലം, സജാസ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ +2 പരീക്ഷയിൽ CBSE സിലബസിൽ റാങ്ക് നേടിയ സന മുഹമ്മദ്, LLB പരീക്ഷയിൽ കേരള സർവകലാശാല റാങ്ക് ജേതാവ് സുറുമി ഹാരിസ് എന്നിവരെയും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആദിശങ്കർ, ഉജ്ജ്വൽ മോഹൻ, അഞ്ജന ഫിലിൻ എന്നിവരെയും കായംകുളം നഗരസഭാ ലൈബ്രറി റീഡേഴ്സ് ഫോറം ആദരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.